ബിഷപ്പുമാരുടെ കാര്യം അറിയിക്കാനുള്ളതല്ല സഭ എന്ന സ്പീക്കറുടെ പരാമർശത്തിൽ മറുപടിയുമായി സീറോ മലബാർ മീഡിയ കമ്മീഷൻ. ബിഷപ്പുമാരുടെ വിഷയമല്ല ബഹുമാനപ്പെട്ട സ്പീക്കറെ, ഇത് കുറച്ച് സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സീറോ മലബാർ മീഡിയ കമ്മീഷൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചത്. സീറോ മലബാർ മീഡിയ കമ്മീഷൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ: നിയമനാംഗീകാരമോ ശമ്പളമോ ലഭിക്കാതെ വർഷങ്ങളായി ജോലിയെടുക്കേണ്ടി വരുന്ന ക്രിസ്ത്യൻ എയ്ഡഡ് മാനേജ്മെന്റ് സ്കൂളുകളിലെ അധ്യാപകരുടെ വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട MLA മോൻസ് ജോസഫിനോട് ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീറിന്റെ റൂളിൽ ബിഷപ്പുമാരുടെ വിഷയം നിയമസഭയിലല്ല ഉന്നയിക്കേണ്ടതെന്നായിരുന്നു. ബഹുമാനപ്പെട്ട സ്പീക്കർ ആദ്യമായി മനസ്സിലാക്കേണ്ടത്, ഇത് അങ്ങ് വിചാരിച്ചിരിക്കുന്നത് പോലെ ബിഷപ്പുമാരുടെ വിഷയമല്ല. ഇത് ക്രിസ്ത്യൻ എയ്ഡഡ് മേഖലയിലെ 16,000-ലധികം വരുന്ന അധ്യാപകരുടെ വിഷയമാണ്. വർഷങ്ങളായി നിങ്ങളുടെ രാഷ്ട്രീയ കളികളിലും മനുഷ്യനെ മറന്നു നിർമ്മിച്ച കരിനിയമങ്ങളുടെ നൂലാമാലയിലും കുരുങ്ങി ജീവിതം വഴിമുട്ടിയ മനുഷ്യരുടെ അതിജീവനത്തിന്റെ പ്രശ്നമാണ്. രണ്ടാമത്, ബിഷപ്പുമാരെന്താ കേരളത്തിലെ പൗരന്മാരല്ലേ സ്പീക്കറെ? അവരുടെ വിഷയം ഉന്നയിക്കാൻ നിയമസഭയിൽ പറ്റില്ലാന്ന് നിങ്ങൾ പറയുന്നതിന്റെ യുക്തി എന്താണ്? അതോ നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ കൊടി പിടിക്കുന്നവരുടെ മാത്രം വിഷയം ഉന്നയിക്കാനുള്ള സ്ഥലമാണോ കേരള നിയമസഭ? ആദ്യം ദുരുദ്ദേശപരവും തെറ്റിദ്ധാരണജനകവുമായ പ്രസ്താവനയുമായി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇപ്പോൾ തികച്ചും നിഷേധാത്മകമായ നിലപാടുമായി സ്പീക്കർ. അപ്പോൾ ഭിന്നശേഷി സംവരണം ക്രൈസ്തവ മാനേജ്മെന്റുകളെയും അവിടെ ജോലി ചെയ്യുന്ന അധ്യാപകരെയും ദ്രോഹിക്കുകയെന്ന നിങ്ങളുടെ ആസൂത്രിത ലക്ഷ്യത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ ഇനി സ്റ്റഡി ക്ലാസ് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സീറോ മലബാർ മീഡിയ കമ്മീഷൻ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്.